ദേശീയപാത വികസന പദ്ധതിയിൽ കേന്ദ്ര നടപടിയെ വിമർശിച്ച് മന്ത്രി PM മുഹമ്മദ് റിയാസ്. മന്ത്രിക്ക് മറുപടിയുമായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസും രംഗത്തെത്തി. ദേശീയപാത 66 ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാൻ ആവശ്യമായ തുക മുഴുവൻ നൽകുന്നത് കേന്ദ്രമാണെന്ന പ്രചാരണം തെറ്റാണെന്ന് പൊതുമരാമത്ത് മന്ത്രി PK മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. എന്നാൽ കേന്ദ്ര സർക്കാർ പദ്ധതി തങ്ങളുടേതാണെന്ന് പറയുന്ന നാണം കെട്ട പദ്ധതി സംസ്ഥാന സർക്കാർ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ PK കൃഷ്ണദാസ് നാമമാത്രമായ തുകയെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളൂ എന്നും കൂട്ടിച്ചേർത്തു. ദേശീയപാത 66 സ്ഥലമേറ്റെടുക്കലിനായി സംസ്ഥാന സർക്കാർ 25% തുക നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ സ്ഥലമേറ്റെടുപ്പിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. ദേശീയപാത വികസനം കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല, പൌരന്റെ അവകാശമാണ്. അത് പൂർത്തീകരിക്കുന്നതുവരെ സംസ്ഥാന സർക്കാർ കഠിനാധ്വാനം ചെയ്യും. ഏതെങ്കിലും ട്രോഫി പ്രതീക്ഷിച്ചല്ല അതെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. ദേശീയപാത വികസനം ഓരോ സംസ്ഥാനത്തെ പൌരന്റെയും കേന്ദ്രം നൽകുന്ന ഔദാര്യമല്ല, കേന്ദ്ര സർക്കാർ നൽകേണ്ട അവകാശമാണ്. പക്ഷെ NH66 പ്രത്യേക സാഹചര്യം, നേരത്തെ ഭരിച്ച UDF ഗവൺമെന്റ് അതിൽ കാട്ടിയിട്ടുള്ള അലംഭാവം ഒരു പിഴയടക്കുന്നത് പോലെ ആ പദ്ധതി ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കലിന്റെ 25% ചെലവഴിക്കാൻ തീരുമാനിച്ചു. ദേശീയപാത 66 കേന്ദ്ര സർക്കാർ 55,000 കോടി രൂപ നൽകിയപ്പോൾ സംസ്ഥാനം വെറും 4,800 കോടി രൂപ മാത്രമാണ് നൽകിയതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. 55,000 വലുതാണ് 4,800 എന്ന് കരുതുന്ന മന്ത്രി റിയാസ് ഗണിതശാസ്ത്രം പഠിക്കുന്നത് നല്ലതാണ്. ദേശീയപാത 66 ഒഴിച്ചുള്ള മറ്റു പദ്ധതികളിൽ പണം നൽകുമെന്ന് പറഞ്ഞ് കേന്ദ്രത്തെ പോലും പറ്റിച്ച ഭരണകൂടമാണ് പിണറായിയുടേതെന്നും കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. 4,800 കോടി രൂപയാണ് ഈ 6 വരി പാതയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്നത്. 55,000 കോടിയേക്കാൾ വലുതാണ് 4,850 കോടി രൂപ എന്ന് പറയുന്ന മന്ത്രി ഗണിതശാസ്ത്രം പഠിക്കാൻ തയ്യാറാകണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി തങ്ങളേതാണെന്ന് പറയുന്ന ഈ നാണംകെട്ട ഈ പ്രചരണം അവസാനിപ്പിക്കാൻ LDFും LDF മന്ത്രിമാരും തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത്. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു മന്ത്രിയുടെ പരാമർശങ്ങൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പുതിയ ബ്ലോക്ക് സന്ദർശിക്കാൻ എത്തിയപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു PK കൃഷ്ണദാസ്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.